ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി 20-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. മനുഷ്യന്റെ സഹായവും ദൈവത്തിന്റെ സഹായവും രണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം മനുഷ്യരിൽ നിന്നല്ല സഹായം പ്രതീക്ഷിക്കുന്നത്, ദൈവത്തിങ്കൽ നിന്നും. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരും. അപ്പൊ ഒരു ദൈവവേദന്റെ എക്കാലത്തെ ഉറപ്പും ധൈര്യവും ദൈവം അവനെ സഹായിക്കുമെന്നുള്ളത്. എന്താണ് ഇന്ന് രാവിലത്തെ ആത്മീക ദൂത്? ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ സഹായം അനുഭവിക്കാൻ പോവുകയാണ്. നീ ജനിച്ചിട്ട് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. കഴിഞ്ഞ ചില നാളുകളായി നിന്റെ മനസ്സിനെ അലട്ടുന്ന, നിന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത സകല പ്രതിബന്ധങ്ങളെയും നിന്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് എൻ്റെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകും. അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ നിന്നെ ഈ ദിവസങ്ങളിൽ താങ്ങിപ്പിടിക്കാൻ പോകുകയാണ്. വീഴുവാൻ തക്കവണ്ണം അവൻ എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ സഹായിച്ചു എന്ന് പറയുന്നത് പോലെ നിന്നെ എൻ്റെ ദൈവം ഒന്ന് താങ്ങിപ്പിടിക്കാൻ പോകുകയാണ്. നിന്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ താങ്ങിപ്പിടിക്കുമ്പോൾ നിനക്കറിയാം, ഇത് നിന്റെ ബുദ്ധിയിലല്ല, നിന്റെ കഴിവിലല്ല, ദൈവം എന്നെ താങ്ങിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം, നിന്നെ സഹായിക്കുന്ന ദൈവം, നിന്നെ താങ്ങിപ്പിടിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കാം, എന്നെ സഹായിക്കുന്നൊരു ദൈവം, എന്നെ താങ്ങിപ്പിടിക്കുന്നൊരു ദൈവം. ആ ദൈവത്തിന്റെ സഹായം അനുഭവിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ആ വലിയ താങ്ങൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പല വാതിലുകളും ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞു പോയപ്പോൾ കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കാമെന്ന് ഞങ്ങൾക്കെന്ന ഉറപ്പിനായി, ധൈര്യത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ താങ്ങിപ്പിടിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.